കാർ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഷാനു ഷോപ്പിലായതുകൊണ്ട് ഓനക്ക് വരാൻ നല്ല പൂതിയുണ്ട്, പക്ഷെ ലീവ് കിട്ടൂല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓന്റെ ഷോപ്പിന്റെ താഴത്ത് പോയി ഓനോട് ബായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ വയ്യാതെ ഇരിക്കുകയായിരുന്നു, അപ്പൊ ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അൻഷിക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഉറങ്ങി എണീച്ചപ്പോൾ എനിക്ക് വിളിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ കയറിക്കായിരുന്നു. നമ്മൾ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇരുട്ടുന്നതിന് മുന്നേ പോയരാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ചായ അടിക്കാനും ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ കയറേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് ലാഗായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മാമൻ്റെ വീട്ടിലെത്തി. ഇപ്പം അമ്മ ഉള്ളത് മാമൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അമ്മ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാമ ചായ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാമൻ്റെ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ചു നേരം ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിലേക്ക് എത്തണ്ടേ. പോരുന്ന വഴിക്ക് അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചു കരഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നാട്ടിലെത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കയറിട്ടോ. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. വെറും ഫുഡ് അടിയാന്ന് നിങ്ങൾ വിചാരിക്കരുതേ. പിന്നെ നെയ്ച്ചോറും പീസും തട്ടിയിട്ട് നമ്മൾ നേരെ പുരയ്ക്ക് കിട്ടും.